ഹായ് ഓൾ, എല്ലാവർക്കും ക്വിസ് പി സി ഹസൽ പി വൈക്യുവിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് നടത്തിയ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2025 ഡിസംബർ മാസം നടന്ന എക്സാമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 173/2025. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദ മുണ്ട റിവോൾട്ട്? മുണ്ട കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ്. ഓപ്ഷൻ എ 1 and 2 ആണ് കറക്റ്റ്. ദ മുണ്ട റിവോൾട്ട് ടുക്ക് പ്ലേസ് ഇൻ 1899 to 1900. ബിർസ മുണ്ട വാസ് ദ ലീഡർ ഓഫ് ദ റിവോൾട്ട്. 1899-1900 കാലഘട്ടങ്ങളിലാണ് മുണ്ട കലാപം നടന്നിരുന്നത്. ബിർസ മുണ്ടയായിരുന്നു ലീഡർ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഏത് പ്രദേശത്തായിരുന്നു? ഛോട്ടാ നാഗ്പൂരിലെ റാഞ്ചി ജാർഖണ്ഡ് പ്രദേശങ്ങളിലായിരുന്നു മുണ്ട കലാപം നടന്നത്. നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലല്ലായിരുന്നു, ഛോട്ടാ നാഗ്പൂർ പ്രദേശങ്ങളിലായിരുന്നു. ഓക്കെ. ജമീന്ദാർമാരുടെ ചൂഷണത്തിനെതിരെ നടന്ന കലാപമായിരുന്നു മുണ്ട കലാപം. ആദിവാസികളെ, ജമീന്ദാർമാരുടെ ചൂഷണത്തിനെതിരെ ആദിവാസികളെ, ട്രൈബൽ ലാൻഡിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ കലാപമായിരുന്നു. എന്നിട്ട് ട്രൈബൽ ലാൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും സെൽഫ് റൂൾ കൊണ്ടുവരിക, ഓക്കെ, മുണ്ടാരാജ് കൊണ്ടുവരിക എന്നതായിരുന്നു മുണ്ട കലാപത്തിൻ്റെ ഉദ്ദേശം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഇസ് കറക്റ്റ്ലി മാച്ച്ഡ്? ശരിയായിട്ട് മാച്ച് ചെയ്താക്കുന്ന ഏതൊക്കെയാണ്? ഓപ്ഷൻ 1 and 3 ആണ്. ഝാൻസി റാണി ലക്ഷ്മി ഭായ്, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ളയാണ് കറക്റ്റ്. കാൺപൂരിൽ ആരായിരുന്നു? നാനാ സാഹിബായിരുന്നു കാൺപൂരിൽ. ഓക്കെ. ഷാമൽ ബറൌട്ട് പർഗാനയിലായിരുന്നു, ബറൌട്ട് പർഗാന. കാൺപൂരിൽ നാനാ സാഹിബ്, ഡൽഹിയിൽ ഭക്തിഗാനം ബഹദൂർ ഷാ രണ്ടാമനും, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, മീററ്റിൽ കഥം സിംഗ്, അലഹാബാദിൽ ലിയാഖത്ത് അലി, മധുരയിൽ ദേവി സിംഗ്, ഗ്വാളിയറിലാണെങ്കിൽ റാണി ലക്ഷ്മിഭായിയും താന്തിയോ തോപ്പിയും, ഹരിയാനയിൽ റാവു തുലാറാം, ആസാമിൽ മണിറാം ദത്ത, ബറൌട്ട് പർഗാനയിൽ ഷാമൽ, ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബീഗം ഹസ്രത്ത് മഹാൽ, ജഗദീഷ്പൂർ ആരായിൽ ബീഹാർ ആരായിലും കൻവർ സിംഗ്, ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ, മാൻഡസോറിൽ ഫിറോസ് ഷാ എന്നിവരായിരുന്നു 1857 കലാപത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് ഇവൻറ്റ്സ്. എന്താണ്? ദ കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ് ഓഫ് ദീസ് ഇവൻറ്റ്സ്. കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. 2, 3, 1 കറക്റ്റ്. ആദ്യം സ്വദേശി പ്രസ്ഥാനം, സ്വദേശി മൂവ്മെൻറ്റ്, പിന്നീട് ഗദർ മൂവ്മെൻറ്റ്, മൂന്നാമതായിട്ട് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. സ്വദേശി മൂവ്മെൻറ്റിൻ്റെ കാലഘട്ടം എന്നായിരുന്നു? 1907, 1906-7 കാലഘട്ടങ്ങളിലായിരുന്നു സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ടത്. റൗണ്ട് ടേബിൾ ഗദാർ മൂവ്മെൻറ്റ് 1913 ലാലാ ഹർദയാലിൻ്റെ നേതൃത്വത്തിൽ US സെൻറ്റ് ഫ്രാൻസിസ്കോയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഗദാർ മൂവ്മെൻറ്റ്. റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1930, 31, 32 കാലഘട്ടങ്ങളിലായിരുന്നു. അടുത്ത ചോദ്യം, നെയിം ഓഫ് സം ഓഫ് ദ റിവേഴ്സ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് കറക്റ്റ് ഓർഡർ ഫ്രം സൗത്ത് ടു നോർത്ത്. സൗത്തിൽ നിന്നും നോർത്തിലോട്ട്, തെക്കിൽ നിന്ന് വടക്കോട്ട് കറക്റ്റ് ഓർഡർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി 3, 2, 1 കാവേരി, ഗോദാവരി, മഹാനദി. കാവേരി, ഗോദാവരി, മഹാനദിയാണ് തെക്കുന്ന് വടക്കോട്ടുള്ളതിൽ കറക്റ്റായിട്ടുള്ള ഓർഡർ വരുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് പ്ലാനിംഗ് കമ്മീഷൻ? പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ഡി 2ഉം 3ഉമാണ് ശരി. എന്താണ്? ജവഹർലാൽ നെഹ്റു വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. ഇൻ 2015 ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് റീപ്ലേസ്ഡ് ബൈ നീതി ആയോഗ്. പ്ലാനിംഗ് കമ്മീഷനെ 2015 എന്ത് റീപ്ലേസ് ചെയ്തു? നീതി ആയോഗ്. നീതി ആയോഗ് വന്നതെന്നാണ്? 2015 ജാനുവരി 1 നീതി ആയോഗ് സ്ഥാപിതമായത്. പ്ലാനിംഗ് കമ്മീഷൻ എന്നായിരുന്നു സ്ഥാപിതമായത്? 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത്. 1951 അല്ല. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. ഓക്കെ. അപ്പം ജവഹർലാൽ നെഹ്റു വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1950 March 15. ഇൻ 2015 ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് റീപ്ലേസ്ഡ് ബൈ നീതി ആയോഗ്. അടുത്ത ചോദ്യം, എമംഗ് ദി പെയർസ് ഗിവൻ ബിലോ വിച്ച് ആർ കറക്റ്റ്? കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഓൺലി 1 and 1 കറക്റ്റ്. ചമ്പാരൻ ആരാണ്? രാജ്കുമാർ ശുക്ല. ജാലിയൻ വാലാബാഗ് മസാക്കർ ആരാണ്? ഹണ്ടർ കമ്മീഷനാണ് അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തത്.
സിംല കോൺഫറൻസിൻ്റെ സമയത്തെ ബ്രിട്ടീഷ് പ്രഭുവാരായിരുന്നു? ലോർഡ് വേവൽ ആയിരുന്നു. ലോർഡ് വേവൽ. ഓക്കെ, ലോർഡ് മൗണ്ട് ബാറ്റൻ അല്ല, ലോർഡ് വേവൽ ആയിരുന്നു. അതുകൊണ്ടാണ് സിംല കോൺഫറൻസിൻ്റെ ഓപ്ഷൻ തെറ്റായത്. അപ്പം ചമ്പാരൻ, രാജ്കുമാർ ശുക്ല. ചമ്പാരനെ കുറിച്ച് ഗാന്ധിജിക്ക് ഇൻഫോർമേഷൻ കൊടുത്തത് ആരാണ്? രാജ്കുമാർ ശുക്ലയാണ്. ജാലിയൻ വാലാബാഗ് മസാഖർ ആരാണ് അന്വേഷണം നടത്തിയത്? ഹണ്ടർ കമ്മീഷനാണ്. സിംല കോൺഫറൻസ് ആരാണ്? ലോർഡ് വേവലാണ്. ലോർഡ് വേവൽ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ ബി 2 and 3 ആണ് കറക്റ്റ്. ദേവിക റാണി വാസ് ദ ഫസ്റ്റ് റെസിപ്പിയൻറ്റ് ഓഫ് ദ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. മലയാളം ഫിലിം സ്റ്റാർ മോഹൻലാൽ വാസ് ദ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വൺ ദ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഓഫ് 2023. ഓക്കെ, ഇനി ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1959 എന്ന് പറയുന്നത് തെറ്റാണ്. നമുക്ക് നോക്കിയാലോ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് മുതലാണ് കൊടുത്തു തുടങ്ങിയത്? 1969 മുതലാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തു തുടങ്ങിയത്. ആദ്യ സ്വീകർത്താവ് ആദ്യമായിട്ട് കിട്ടിയത് ദേവിക റാണിക്കായിരുന്നു. ഓക്കെ, ആദ്യത്തെ വിമനം ദേവിക റാണിയാണ്. ആദ്യമായിട്ട് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്നതും ദേവിക റാണിക്കാണ്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിനാണ് ലഭിച്ചത്. 2025 നൽകിയത്. 2023 അവാർഡ് 2025 നൽകിയത്. മോഹൻലാലിനെ കൂടാതെ ഒരാൾക്കും കൂടെ കിട്ടിയിരുന്നല്ലോ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ആർക്കായിരുന്നു? അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ 2004 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ചൂസ് ദി കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദി ഇവൻറ്റ്സ് ഗിവൻ ബിലോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ്. ഓപ്ഷൻ ഡി 3, 1 and 2 ആണ് കറക്റ്റ്. ഏതാണ്? വൈക്കം സത്യാഗ്രഹ. അടുത്തത് ഏതാണ്? ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ക്ഷേത്ര പ്രവേശന വിളംബരം. പിന്നീട് പാലിയം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു? 1924-25 കാലഘട്ടത്തിലായിരുന്നു വൈക്കം സത്യാഗ്രഹം നടന്നത്. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ക്ഷേത്രപ്രവേശന വിളംബരം 1936 പാലിയം സത്യാഗ്രഹം 1947 അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ശ്രീനാരായണ ഗുരു? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഏതാണ്? ഓപ്ഷൻ 1 and 3 ഓൺലിയാണ്. ശ്രീനാരായണ ഗുരു കോൺസെൻട്രേറ്റഡ് എ ലാമ്പ് ഇൻ ദി കാരമുക്ക് ടെമ്പിൾ ഇൻ തൃശ്ശൂർ. തൃശ്ശൂരിലെ കാരമുക്കൽ നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയിരുന്നു. കറക്റ്റാണ്. അറ്റ് കളമങ്കോട് ടെമ്പിൾ ഗുരു കോൺസെൻട്രേറ്റഡ് മിറർ, കണ്ണാടി പ്രതിഷ്ഠ, കളമങ്കോട് കണ്ണാടി പ്രതിഷ്ഠയും നടത്തിയിരുന്നു. രണ്ടാമത്തെ എന്തുകൊണ്ടാണ് തെറ്റിയത്? മുരുക്കുംപുഴയിലല്ല, ശിവപ്രതിഷ്ഠ നടത്തിയത് അരുവിപുരം ക്ഷേത്രത്തിലായിരുന്നു. 1888 അരുവിപുരം ക്ഷേത്രത്തിലായിരുന്നു ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്. അപ്പം കാരമുക്ക് ടെമ്പിളിൽ നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയിരുന്നു, അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയിരുന്നു, അതുപോലെ കളമങ്കോടും കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, എമംഗ് ദി പെയർസ് ഗിവൻ ബിലോ വിച്ച് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? ശരിയായിട്ട് യോജിപ്പിച്ചിരിക്കുന്നത് ഏത്? ഓപ്ഷൻ ഡി 1 and 2 ആണ് ശരിയായിട്ട് യോജിപ്പിച്ചിരിക്കുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, വൈകുണ്ഠസ്വാമികൾ അരുൾനൂൽ. ഓക്കെ, അത് രണ്ടും കറക്റ്റാണ്. സഹോദരൻ അയ്യപ്പൻ, സഹോദരൻ അയ്യപ്പൻ എന്താണ്? സഹോദരൻ എന്ന മാസികയാണല്ലേ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദീസ് ഇസ് നോട്ട് എ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് അല്ലാത്തത് ഏതാണ്? ക്യാഷ് മെമ്മറിയാണ്. ഓക്കെ, ബാക്കി ഹാർഡ് ഡിസ്ക്, ഫ്ലാഷ് മെമ്മറി, CD റോം എല്ലാം സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ്. അടുത്ത ചോദ്യം, ദ പാർട്ട് ഓഫ് ആൻ ഇമെയിൽ അഡ്രസ് ആഫ്റ്റർ ദി സിമ്പിൾ അറ്റ് ഇസ് കോൾഡ്? അറ്റ് കഴിഞ്ഞ് വരുന്ന സിമ്പിളിന് ശേഷം വരുന്നുള്ള ഇമെയിൽ അഡ്രസ്സിന് എന്താണ് പറയുന്നത്? ഡൊമൈൻ നെയിം എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ ഡൊമൈൻ നെയിം. ചോദ്യം 13, the programs used by search engines to search web pages stored in the different web servers and find possible keywords is called web crawlers. എന്താണ്? സെർച്ച് എഞ്ചിൻ വിവിധ വെബ് സെർവറുകളിൽ സേവ് ചെയ്തിരിക്കുന്ന വെബ് പേജസിനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീവേഡ്സിനെ പറയുന്ന പേരെന്താണ്? വെബ് ക്രോളേഴ്സ് എന്നാണ്. വെബ് ക്രോളേഴ്സ്. അടുത്ത ചോദ്യം, ദ നമ്പർ ഓഫ് ബിറ്റ്സ് ദ പ്രോസസ്സർ ക്യാൻ പ്രോസസ് അറ്റ് വൺ ടൈം ഇസ് കോൾഡ്? ഒരു തവണ ഒരു പ്രോസസ്സറിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ബിറ്റ്സിനെ, ദ നമ്പർ ഓഫ് ബിറ്റ്സിനെ എന്താണ് പറയുന്നത്? വേർഡ് സൈസ് എന്നാണ് പറയുന്നത്. ദ വേർഡ് സൈസ്. ഓക്കെ, ദ നമ്പർ ഓഫ് ബിറ്റ്സ് ദ പ്രോസസ്സർ ക്യാൻ പ്രോസസ് അറ്റ് വൺ ടൈം, ഒരു തവണ അറ്റ് എ ടൈം പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ബിറ്റ്സിനെ എന്താണ് പറയുന്നത്? വേർഡ് സൈസ് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോട്ടോകോൾ ഇസ് യൂസ്ഡ് ബൈ വെബ് ബ്രൗസേഴ്സ് ടു ഫെച്ച് വെബ് പേജ്? വെബ് പേജിലെത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ എന്താണ്? വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ എന്താണ്? HTTP ആണ്. വെബ് ബ്രൗസറിൽ വെബ് പേജിൽ എത്താൻ വേണ്ടിയിട്ട് ബ്രൗസേഴ്സ് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ എന്താണ്? HTTP ആണ്. HTTP. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ കാറ്റഗറി ഇൻ വിച്ച് ടെക്സ്റ്റ് എഡിറ്റർ ബിലോങ്സ് ടു? ടെക്സ്റ്റ് എഡിറ്റർ എന്താണ്? ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓപ്ഷൻ ബി സോഫ്റ്റ്വെയർ.
അടുത്ത ചോദ്യം, മെത്തേഡ്സ് ഓഫ് മാൽവെയർ ഐഡൻറ്റിഫിക്കേഷൻ യൂസ്ഡ് ബൈ ആൻറ്റി വൈറസ് നോട്ട് ഇൻക്ലൂഡ്സ്. ആൻറ്റി വൈറസുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സിൽ ഉപയോഗപ്പെടാത്തത് ഏതാണ് റാൻസം വെയർ മെത്തേഡാണ് ഉപയോഗിക്കാത്തത്. അപ്പം ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? മാൽവെയർ ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡ്സ്, ആൻറ്റിവൈറസിൻ്റെ മാൽവെയർ ഐഡൻറ്റിഫിക്കേഷൻ മെത്തേഡ്സിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? സാൻഡ് ബോക്സ് ഡിറ്റക്ഷൻ, ഡേറ്റ മൈനിങ് ടെക്നിക്സ്, ഹെറോസ്റ്റിക്സ്. സാൻഡ് ബോക്സ് ഡിറ്റക്ഷൻ, ഡേറ്റ മൈനിങ് ടെക്നിക്സ്, ഹെറോസ്റ്റിക്സ്. പുതിയ ചോദ്യങ്ങളാണ്, നിങ്ങൾ 1-2 തവണ ഒന്ന് കേട്ട് നോട്ട് ചെയ്ത് തന്നെ പോവുക. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ യൂണിക്കോഡ് എൻകോഡിംഗ് ഫോം. യൂണിക്കോഡ് എൻകോഡിംഗ് ഫോം ഏതാണ്? ഓൾ ഓഫ് ദീസ് ആണ്. UTF-8, UTF-16, UTF-32 മൂന്നും യൂണിക്കോഡ് എൻകോഡിംഗ് ഫോമാണ്. ഓക്കെ, യൂണിക്കോഡ് എൻകോഡിംഗ് ഫോമിനകത്ത് വരുന്നതാണ് UTF-8, UTF-16, UTF-32. അടുത്ത ചോദ്യം, വിച്ച് ഡിവൈസ് റീഡ്സ് മാഗ്നറ്റിക് ഇൻ ക്യാരക്ടേഴ്സ് ആൻഡ് ഇസ് എസെൻഷ്യൽ ഫോർ ബാങ്ക് ചെക്ക് പ്രോസസ്സിംഗ്. ബാങ്ക് ചെക്ക് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് ഇൻ ക്യാരക്ടേഴ്സ് റെക്കഗ്നിഷൻ ഏതാണ്? MICR ആണ്. MICR. ഓക്കെ, MICR, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ആഫ്റ്റർ പ്രാക്ടിക്കൽസ് അനു ലെഫ്റ്റ് ദ കമ്പ്യൂട്ടർ ലബോറട്ടറി ബട്ട് ഫോർഗോട്ട് ടു സൈൻ ഓഫ് ഫ്രം ഹിസ് ഇമെയിൽ അക്കൗണ്ട്. ലേറ്റർ ഹിസ് ക്ലാസ്മേറ്റ് രാജു സ്റ്റാർട്ടഡ് യൂസിംഗ് ദ സെയിം computer. He is now logged in as Anu. He sends inflammatory email messages to few of his classmates using Anu's email account. Raju's activity is an example of which of the following cyber crime. ഒരു കഥ പോലെ കൊടുത്തിരിക്കുന്നതാണ്. എന്താണ്? അനുവിൻ്റെ അക്കൗണ്ട് രാജു യൂസ് ചെയ്തിട്ട് സ്പാം മെസ്സേജസ്, ഇമെയിൽ മെസ്സേജസ് കുറേ ആൾക്കാർക്ക് അയച്ചു. അപ്പം എന്താണിത് പറയുന്നത്? ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഐഡൻറ്റിറ്റി തെഫ്റ്റാണ് ഈ ചെയ്യുന്നത്. മറ്റൊരാളുടെ അക്കൗണ്ട് യൂസ് ചെയ്ത് മോശമായിട്ടുള്ള മെസ്സേജസ്, ഇമെയിൽസൊക്കെ മറ്റുള്ളവർക്ക് അയക്കുന്നത് എന്താണ്? ഐഡൻറ്റിറ്റി തെഫ്റ്റിനകത്ത് വരുന്നതാണ്. ബാക്കി എന്തൊക്കെയാണ്? ഹാക്കിംഗ്, പ്ലജിയറിസം, സൈബർ ബുള്ളിങ്. എന്താണ് ഹാക്കിംഗ്? മറ്റൊരാളുടെ പാസ്വേഡ് മോഷ്ടിക്കുക, അതുപോലെ തന്നെ ഡേറ്റ മാറ്റം വരുത്തുക, അവരുടെ അക്കൗണ്ടിൽ കയറിയിട്ട് സ്വകാര്യ വിവരങ്ങൾ ചോർത്തുക, അല്ലെങ്കിൽ പാസ്വേഡ് മോഷ്ടിക്കുക, അവരുടെ അക്കൗണ്ട് ബ്ലോക്ക് ആക്കുക, ഇങ്ങനെയൊക്കെ വരുന്നതാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി സൈബർ ബുള്ളിങ് എന്താണ്? സോഷ്യൽ മീഡിയ വഴിയോ ഇൻ്റർനെറ്റ് വഴിയോ മറ്റാളുകളെ അധിക്ഷേപിക്കുക, ഭീഷണിപ്പെടുത്തുക, പരിഹസിക്കുക, ഇതൊക്കെ വരുന്നതാണ് സൈബർ ബുള്ളിങ്. ഓക്കെ, അടുത്ത പ്ലജിയറിസം എന്താണ്? വേറൊരാളുടെ എഴുത്തോ അവരുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ട് സ്വന്തം കാര്യമാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് പ്ലജിയറിസം എന്ന് പറയുന്നത്. ഇതാണ് പ്ലജിയറിസം എന്ന് പറയുന്നത്. മറ്റൊരാളുടെ ആശയം അല്ലെങ്കിൽ എഴുത്ത് അല്ലെങ്കിൽ പ്രോജക്റ്റ് ഇതൊക്കെ തൻ്റേതാണെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നതിനെയാണ്, അത് ഉപയോഗിക്കുന്നതിനെയാണ് പ്ലജിയറിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഹാക്കിംഗ്, സൈബർ ബുള്ളിങ്, പ്ലജിയറിസം. ഇനി നമുക്ക് വേണ്ടത് ഇതൊക്കെ ആ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കിനി ഇംഗ്ലീഷും മലയാളം ക്വസ്റ്റ്യൻസും ഉണ്ട്, അത് നോക്കാം. ഓക്കെ, ഇവിടെ തൊട്ടാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നത്, 61 തൊട്ട്. അപ്പോൾ ഒരു പാസേജ് കൊടുത്തിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻസ് ആർ മോസ്റ്റ് സിമിലർ ഇൻ മീനിങ് ടു ദ വേർഡ് അജിറ്റേറ്റഡ് മെൻഷൻഡ് ഇൻ ദ പാസേജ്. അജിറ്റേറ്റഡിൻ്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അജിറ്റേറ്റഡ് എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്. 1, 3 and 4. വറീഡ്, ട്രബിൾഡ്, ഫ്ലസ്റ്റേർഡ്. അജിറ്റേറ്റഡിൻ്റെ സിനോണിമായിട്ട് എന്തൊക്കെ വരും? വറീഡ്, ട്രബിൾഡ്, ഫ്ലസ്റ്റേർഡ്. ഓക്കെ, അടുത്ത ചോദ്യം, പാസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബ് ലേയേഴ്സ്. ലേയുടെ പാസ്റ്റ് ടെൻസ് ആണ് ഓപ്ഷൻ ബി, ലേഡ്. ലേയുടെ പാസ്റ്റ് ടെൻസ് എന്താണ്? ലേഡ് ആണ്, ലേഡ്. 2 ക്വസ്റ്റ്യൻസ് ഡിലീറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഇസ് കറക്റ്റ്? ഇഫ് ക്ലോസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ്. ഇഫ് ഐ വെയർ യു ഐ വുഡ് കംപ്ലീറ്റ് ദ ടാസ്ക് ഓൺ ടൈം. ഇമാജിനറി കണ്ടീഷൻ ആണ്. ഇഫ് ഐ വെയർ യു ഐ വുഡ് കംപ്ലീറ്റ് ദ ടാസ്ക് ഓൺ ടൈം. അടുത്ത ചോദ്യം, ഷീ യൂഷ്വലി വെയർസ് സാരി ബട്ട് നൗ ഷീ ഇസ് വെയറിംഗ് പാൻസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. എന്താണ്? അവൾ സാധാരണയായി സാരിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്നെന്താണ്? ഇപ്പോഴത്തെ കാര്യം പറയുകയാണ് അല്ലേ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, അതുകൊണ്ടാണ് ബട്ട് നൗ ഷീ ഈസ് വെയറിംഗ് പാൻസ്. അടുത്ത ചോദ്യം, എ നമ്പർ ഓഫ് സോൾജേഴ്സ് ഹാവ് ലോസ് ദെയർ ലൈഫ് ആണ്. എ നമ്പർ ഓഫ് സോൾജേഴ്സ് ഹാവ് ലോസ് ദെയർ ലൈഫ് ആണ്. എ നമ്പർ ഓഫ് വരുമ്പോഴത്തേക്കും നമ്മൾ എ നമ്പർ ഓഫിന് ശേഷമുള്ള വേർഡ് വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പം എന്താണ് വരുന്നത്? ഹാവ് ആണ് വരുന്നത്. എ നമ്പർ ഓഫ് സോൾജേഴ്സ് ഹാവ് ലോസ് ദെയർ ലൈഫ്സ്. അടുത്ത ചോദ്യം, യു ഹാഡ് ബെറ്റർ ഡു ഇറ്റ് നൗ. യു ഹാഡ് ബെറ്റർ ഡു ഇറ്റ് നൗ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. യു ഹാഡ് ബെറ്റർ ഡു ഇറ്റ് നൗ. ചോദ്യം 69, ദീപക് എൻറോൾഡ് ഇൻ
എ യൂണിവേഴ്സിറ്റി ഇൻ ചെന്നൈ? ഇൻ ആർട്ടിക്കിളിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് വരുന്നത്? ദീപക് എൻറോൾഡ് ഇൻ എ യൂണിവേഴ്സിറ്റി ഇൻ ചെന്നൈ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൻ ഇഡിയം. ലൈഫ് ഇസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. അപ്പം അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്? ഓപ്ഷൻ ഡി അൺസർട്ടണിറ്റീസ് ആണ്. അൺസർട്ടണിറ്റീസ്, അപ്സ് ആൻഡ് ഡൗൺസ് മീൻസ് അൺസർട്ടണിറ്റീസ്. അടുത്ത ചോദ്യം, റീഅറേഞ്ച് ദ ഫോളോയിങ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ടു ഫോം എ മീനിങ് ഫുൾ സെൻറ്റൻസ്. സെൻറ്റൻസ് ആക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഷാൽ ഐ ലെഡ് യു എനിവെയർ. ഷാൽ ഐ ലെഡ് യു എനിവെയർ എന്നാണ് സെൻറ്റൻസ് വരിക. ഷാൽ ഐ ലെഡ് യു എനിവെയർ. ഓക്കെ. അടുത്ത ചോദ്യം, ഐ കുഡ് ലുക്ക് ഡൗൺ ഡാഷ് ദ ബനിയൻ ലീവ്സ്. എന്താണ് വരുന്നത്? ത്രൂ ദ ബനിയൻ ലീവ്സ് ആണ് വരുന്നത്. ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബനിയൻ ലീവ്സ്. ഐ ആം ലേറ്റ് ആർൻറ്റ് ഐ. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഐ ആം ലേറ്റ് ആർൻറ്റ് ഐ. അടുത്ത ചോദ്യം, ദെൻ ഹി പുട്ട് ഓൺ ഹിസ് ഹാറ്റ് ആൻഡ് ഡാഷ് ടു ദ ഹോഴ്സ്. എന്താണ്? റാൻ അപ് ടു ദ ഹോഴ്സ് ആണ് വരുന്നത്. ദെൻ ഹി പുട്ട് ഓൺ ഹിസ് ഹാറ്റ് ആൻഡ് റാൻ അപ് ടു ദ ഹോഴ്സ്. ഓക്കെ. അടുത്ത ചോദ്യം, ക്യാൻ ഐ ഹാവ് ദ പെൻസിൽ ദാറ്റ് ഐ ഗേവ് യു ടുഡേ മോർണിംഗ്. ഏതാണ്? ഓപ്ഷൻ ബി ദാറ്റ് ആണ് വരുന്നത്. ക്യാൻ ഐ ഹാവ് ദ പെൻസിൽ ദാറ്റ് ഐ ഗേവ് യു ടുഡേ മോർണിംഗ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ് ഇസ് റോങ്ലി സ്പെൽഡ്. തെറ്റായി സ്പെൽ ചെയ്താക്കുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ് തെറ്റ്. കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? ഡെലിൻക്വൻറ്റിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് DELINQUENT ആണ് ഡെലിൻക്വൻറ്റ് പറയുന്നത്. ബാക്കി രണ്ട് ഓപ്ഷൻസും കറക്റ്റാണ്. ഡെലിനേറ്റ് DELINEATE, നീറ്റ്. ഡെലിനീറ്റ് DELINEAT, പിന്നെ ഒരു ഇയും. ഇനി ഡെലിഗേഷന് DELEGATION ആണ് ഡെലിഗേഷൻ. അടുത്ത ചോദ്യം, റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. വൈ ഡിഡ് യു കം ലേറ്റ് ദ ടീച്ചർ ആസ്ക്ഡ് ജെയിംസ്. എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന? ഓപ്ഷൻ ബി ആണ്. ദ ടീച്ചർ ആസ്ക്ഡ് ജെയിംസ് വൈ ഹി ഹാഡ് കം ലേറ്റ്. ഓക്കെ. അടുത്ത ചോദ്യം, പാസീവ് വോയിസിലോട്ടാക്കാനാണ്. ഹി പോസ്റ്റഡ് ദ ലെറ്റേഴ്സ്. ഏത് വരും? ദ ലെറ്റേഴ്സ് വെയർ പോസ്റ്റഡ് ബൈ ഹിം. അടുത്ത ചോദ്യം, ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ ആണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. സയൻറ്റിഫിക് ട്രൂത്തും ഫാക്ട്സും ഒക്കെ നമ്മൾ സിമ്പിൾ പാസ്റ്റിലായിരിക്കും എപ്പോഴും പറയുന്നത്. ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് വിത്ത് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് പങ്ക്ച്വേഷൻ. കറക്റ്റ് പങ്ക്ച്വേഷനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സെൻറ്റൻസ് ഏതാണ്? ഓപ്ഷൻ സി ആണ്. വെൽ, വൈ ഡോണ്ട് യു റീഡ് ദ ബുക്ക്. ഓക്കെ. അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ് 20 ഇറങ്ങി പ്ലസ് പോയി ഇറങ്ങിപ്പോയി സന്ധി ഏത്? ഓപ്ഷൻ സി ദ്വിത്വസന്ധി. ഇറങ്ങിപ്പോയി ദ്വിത്വസന്ധിയാണ്. ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ ബി മനുഷ്യത്വമാണ് ശരി. ഓപ്ഷൻ ബി മനുഷ്യത്വം. ഒരു താമതി പിന്നെ ത്വം എന്നാണ് എഴുതുന്നത്. മനുഷ്യത്വം. അടുത്ത ചോദ്യം, ആപ്പിൾ ഓഫ് ദ ഐ എന്നതിന് സമാനമായ ശൈലി ഏതാണ്? കണ്ണിലുണ്ണിയാണ് ആപ്പിൾ ഓഫ് ദ ഐ. കണ്ടു പിരിച്ചെഴുതുക. എങ്ങനെയാണ് എഴുതുന്നത്? കൺ പ്ലസ് ടു ആണ് കണ്ടു. ഓപ്ഷൻ എ കൺ പ്ലസ് ടു കണ്ടു. സ്വാമികൾ എന്ന പദം ഏത് വചനത്തിൽ പെടുന്നു? ഓപ്ഷൻ ഡി പൂജക ബഹുവചനം. സ്വാമികൾ ഏതാണ്? പൂജക ബഹുവചനം. ജലം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ സി അപ്പ് ജലം. നക്ഷത്രം എണ്ണിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ബി കഷ്ടപ്പെടുത്തുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, മലയാളം അല്ല. യാചകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം എന്താണ്? യാചകിയാണ്. യാചകി. അശ്വത്ഥാമാവപ്പോൾ ഭഗീരഥി കച്ചത്തിൽ ഋഷികളോടൊപ്പം ഇരുന്നരുളുകയായിരുന്നു. ഭഗീരഥി കച്ചം ഘടകപദമാക്കുക. എന്താണ് ഭഗീരഥി കച്ചം ഘടകപദമാക്കുമ്പോൾ? ഭഗീരഥിയുടെ കച്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? തീരമാണ്, തീരം. അപ്പം ഭഗീരഥിയുടെ കച്ചം എന്നാണ് ഘടകപദമാക്കുന്നത്. ഉന്മീലനം എന്ന വാക്കിൻ്റെ വിപരീതം ഏത്? നിമീലനം. നിമീലനം. സത്ത് പ്ലസ് ആചാരം എന്താണ്? സദാചാരമാണ്. സത്ത് പ്ലസ് ആചാരമാണ് സദാചാരം. ശരിയായ പദം എടുത്തെഴുതുക. ഓപ്ഷൻ ബി സമ്രാട്ടാണ് ശരി. സമ്രാട്ട്. കാണാൻ ആഗ്രഹിക്കുന്നവൻ ആരാണ്? ദിദൃക്ഷുവാണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപഠിഷു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു. ഓക്കെ. കാണാൻ ആഗ്രഹിക്കുന്നവൻ ദിദൃക്ഷു, പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപഠിഷു, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു, കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു. നദിയുടെ പര്യായം അത് ഡിലീറ്റഡ് ആണ്. എല്ലാം നദിയുടെ പര്യായത്തിൽ വരുന്നതാണ്. പയോദം, സ്രോതസ്, ധ്വനി, ദ്വിപദി എല്ലാം നദിയുടെ പര്യായമാണ്. ഇതിനകത്ത് അല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. 400-ലധികം കുടുംബങ്ങൾ വിദേശത്ത് താമസിക്കുന്നതുമാണ് കറക്റ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. ഏകദേശം 1000-ഓളം അങ്ങനെ വേണ്ട, ഏതെങ്കിലും ഒന്ന് മതി. അതുപോലെ ഉദ്ദേശം 30-നടുത്ത്, ഉദ്ദേശവും അടുത്തും കൂടെ വേണ്ട, ഏതെങ്കിലും ഒന്ന് മതി. ഏറെക്കുറെ 100-നകത്തതും തെറ്റാണ്. അപ്പം 400-ലധികം കുടുംബങ്ങൾ വിദേശത്ത് താമസിക്കുന്നതുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത ചോദ്യം, പുല്ലിംഗ ശബ്ദം കണ്ടെത്തുക. ഓപ്ഷൻ ബി നമ്പ്യാരാണ് പുല്ലിംഗം.
നമ്പ്യാരുടെ സ്ത്രീലിംഗമാണ് നങ്ങിയാർ. ഇനി പ്രഭുവിൻ്റെ സ്ത്രീലിംഗമാണ് പ്രഭ്വി, ബ്രാഹ്മണൻ്റെ സ്ത്രീലിംഗമാണ് ബ്രാഹ്മണി. അപ്പം പുല്ലിംഗ ശബ്ദമായിട്ടുള്ളത് നമ്പ്യാർ മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം, ഒറ്റപ്പദമാക്കുക. ഋഷിയെ സംബന്ധിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ആർഷം. ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷമാണ്. വിരക്തി എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? ആസക്തി. വിരക്തി എന്ന പദത്തിൻ്റെ വിപരീതം ആസക്തിയാണ്. കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമായി വരുന്നത് എന്താണ്? പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു. കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്താണ്? പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു. ട്രാൻസിറ്ററി മെഷേഴ്സ് എന്നതിൻ്റെ ശരിയായ വിവർത്തനം എന്താണ്? ഇടക്കാല നടപടികൾ. ട്രാൻസിറ്ററി മെഷേഴ്സ് എന്താണ്? ഇടക്കാല നടപടികൾ. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഉപകാരപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ചാനലിലൂടെ SCERT ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതുവൊക്കെ കയറി ഒന്ന് കണ്ടു നോക്കുക. ഇപ്പം നമ്മൾ ഏതാണ്ട് 31ഓളം ക്വസ്റ്റ്യൻസ് ഓൾറെഡി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതും കണ്ടിട്ടില്ലാത്തവർക്കേ കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.